എന്തെങ്കിലും വളരെ ചെറിയ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏതുവിധേനയും സർക്കാരിനെ താഴ്ത്തിക്കെട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി നടക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ശ്രമങ്ങൾ പലതും ചീറ്റിപ്പോകുന്ന കാഴ്ചകളാണ് ഈയിടെയായി കാണാൻ കഴിയുന്നത്. എന്തൊക്കെ അടവുകൾ എടുത്ത് പ്രയോഗിച്ചിട്ടും ഒന്നും തന്നെ അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കേരളത്തിൻ്റെ സമഗ്ര വികസനവും ജനക്ഷേമവും മുന്നോട്ട് വെച്ച് ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിച്ച ജനകീയ ബജറ്റ് ജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ അതിന്റെ പേരിൽ ഒരു പോൾ നടത്തി സ്വയം പണി വാങ്ങിയിരിക്കുകയാണ് മനോരമ. ബജറ്റിനെതിരെ ഒരു പൊതു അഭിപ്രായം പ്രതീക്ഷിച്ചാണ് ഈ പോൾ നടത്തിയതെങ്കിലും 89% പേരും ഇന്നലത്തെ ബജറ്റ് വളരെ മികച്ചതാണെന്ന് രേഖപ്പെടുത്തിയതോടെ ആ പോൾ നടത്തിയ പേജ് തന്നെ മനോരമ പിൻവലിക്കുകയായിരുന്നു. ബജറ്റ് അവതരണം ആരംഭിച്ചപ്പോൾ തന്നെ ബജറ്റിന് മാർക്കിടാനായി മനോരമ ഈ പോൾ പേജ് ആരംഭിച്ചിരുന്നു. മികച്ചത്, ശരാശരി, മോശം എന്നിങ്ങനെ 3 തരത്തിൽ മാർക്കിടാനുള്ള ഓപ്ഷനുകളാണ് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഒട്ടേറെ മികച്ച പ്രഖ്യാപനങ്ങളോടെ തന്റെ ബജറ്റ് അവതരണം പൂർത്തിയാക്കുമ്പോഴേക്കും 90% ആളുകളും മികച്ചതെന്ന് തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. 8% മാത്രമാണ് ഇത് മോശമെന്ന് രേഖപ്പെടുത്തിയത്. 2% ശരാശരിയാണെന്നും അഭിപ്രായപ്പെട്ടു. അങ്ങനെ ഈ സർവേയിൽ പ്രതീക്ഷയിൽ നിന്ന് വമ്പൻ മാർജിനിൽ നേരെ വിപരീതമായ ഒരു ഫലമുണ്ടായപ്പോൾ ആ പോൾ പേജോടെ മുക്കി മനോരമ രക്ഷപ്പെടുകയായിരുന്നു. കോൺഗ്രസിനും UDF-നും തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ നടത്തിയ ശ്രമമാണ് ഇങ്ങനെ പാളിപ്പോയത്. മനോരമ ആ പേജ് പിൻവലിച്ചെങ്കിലും അതിന്റെ സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നിരവധി പേരാണ് മനോരമയുടെ നടപടിയിൽ പരിഹാസ കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. സ്ക്രീൻഷോട്ടുകളുമായി നിരവധി പേർ രംഗത്ത് വന്നു. ജനങ്ങളുടെ മനസ്സിലിരിപ്പ് പുറത്തു വന്നപ്പോൾ പോൾ ഫലം പിൻവലിച്ച് മനോരമ ഓടി. ഒത്തില്ല, അതുകൊണ്ട് മുക്കി. മനോരമയ്ക്ക് തന്നെ കാറ്റിന്റെ ഗതി എങ്ങോട്ടാണെന്ന് മനസ്സിലായി. ഒപ്പീനിയൻ പോൾ റിസൾട്ട് കണ്ടു മനോരമ പോലും ഞെട്ടി തുടങ്ങിയ കമന്റുകളാണ് രംഗത്ത് വന്നത്. സത്യത്തിൽ മനോരമ വെറും കോൺഗ്രസിന്റെ സൈബർ പോരാളിയായി മാറിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് 90% പേര് ബജറ്റ് മികച്ചത് എന്ന് രേഖപ്പെടുത്തി. എന്നാൽ മനോരമ കിണഞ്ഞ് പണിയെടുത്തിട്ടും വെറും 8% പേർ മാത്രമാണ് ഈ ബജറ്റ് മോശമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയത്. അങ്ങനെ ഇനി സംഗതി കയറി വരില്ലെന്ന് വൈകുന്നേരത്തോടെ മനസ്സിലാക്കിയ മനോരമ അധികൃതർ ഈ പോൾ പേജ് മുക്കിക്കളഞ്ഞു. എല്ലായ്പ്പോഴും കോൺഗ്രസിനായി സംസാരിക്കുന്ന മാധ്യമമാണ് മനോരമ എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതൊരു നാണം കെട്ട പരിപാടിയായിപ്പോയി. നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പൊതുജനം പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണങ്ങൾ ആരും കാണാതെ ഇരിക്കാനായി മുക്കുക എന്നത് ഒരു നികൃഷ്ടമായ പരിപാടിയാണ്. ഈ പോൾ വിജയിപ്പിക്കണം എങ്കിൽ മനോരമയ്ക്ക് 3 ഓപ്ഷൻ കൊടുക്കാമായിരുന്നു. മോശം, വളരെ മോശം, ഏറ്റവും മോശം എന്നിങ്ങനെ. ആ 3 പോളിംഗ് ഓപ്ഷനാണ് കൊടുത്തതെങ്കിൽ ആളുകൾ എവിടെ പ്രതികരണം അറിയിച്ചാലും അത് മോശം എന്ന കാറ്റഗറിയിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. അപ്പോൾ മനോരമ ഉദ്ദേശിച്ച ആ മോശം റിസൾട്ട് തന്നെ കിട്ടിയേനെ. ഇതിപ്പോൾ പോളും തൂക്കി കണ്ടം വഴി ഓടിയെന്നൊക്കെ ആളുകൾ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അന്തരിച്ച കണ്ടത്തിൽ മാമൻ മാപ്പിളക്ക് പോലും അപമാനമായി മാറുകയാണ് മനോരമയുടെ ഈ കണ്ടം വഴിയുള്ള ഓട്ടം.